ഇത് വഴുതനങ്ങ, ഇത് വെള്ളരി, ഇതൊരു പപ്പായ ഇങ്ങനെ ഒരു കവറിൽ നിർത്തിയാണ്. ഇത് പയറാണ്, വലിയ പയറ്, വാളപഞ്ഞ പയർ എന്നാണ് ഇതിനെ പറയാറ്. വേറെ സ്ഥലത്ത് വേറെ പേരൊക്കെ ഉണ്ടാവും. ഒരു കൊട അതുമ്പോ പടരണെങ്കിൽ പടരട്ടെ എന്ന് വെച്ചിട്ട്. എന്റെ അമ്മ ബുദ്ധിയായി പോയില്ലമ്മ. എന്താ ഇതിലിപ്പോ നമുക്ക് എന്ത് വിത്തുകൾ വേണമെങ്കിലും ഇതിലിടാം, മുളച്ചെടുക്കാം. ഇത് ബയോഗ്യാസ് പഴയതായതാണ്, കേടായത്. അപ്പൊ അതിൽ കുറെ തക്കാളി, ചെറിയ മുളകുകള് ഒക്കെ മുളച്ച് നിൽക്കുന്നുണ്ട്. ഇത് ഗ്രോ ബാഗില് കൊത്തമരയാണ്, നന്നായി ഉണ്ടാവുന്ന ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ നഴ്സറിന്ന് മേടിച്ചതാണ്. ഇത് വഴുതനങ്ങ, വയലറ്റ് വഴുതനങ്ങയുണ്ട്, വെള്ള വഴുതനങ്ങയുണ്ട്. ഇത് 18 മണി പയർന്ന് പറയും, നല്ല നീളത്തിൽ ഇങ്ങനെ ഉണ്ടായി കിടക്കും. 18 മണി പയർ, അതാണ് ആ പടർന്നത്. 18 മണി ഉണ്ടാവുക, അതെനിക്കറിയില്ല അങ്ങനെ പറയണത്. പിന്നെ അത് പോണത് ചരക്കയാണ്, ചരക്ക അതുമൊക്കെ ഉണ്ടാവുന്നുണ്ട് ചെറുതായിട്ട്. നമ്മളിവിടെ സ്പ്രിങ്ക്ലർ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നനയൊക്കെ എല്ലാ ഭാഗത്തും എത്തും, എങ്കിലും പുല്ല് കുറേ അധികം ഉണ്ടാവും. അപ്പോൾ നമ്മളത് പുല്ല് വളരുന്നത് അനുസരിച്ച് നമ്മൾ പറിച്ച് കളയണം, അല്ലെങ്കിൽ ആകെ കാട് പിടിച്ച പോലെ എടുക്കും. ഇത് പടവലാണ്, പൂവിട്ടിട്ടുണ്ട്, അതുമ്മ ഇനി ഉണ്ടായി തുടങ്ങണം. അതിനപ്പുറത്ത് നിൽക്കുന്നത് കോവയ്ക്കയാണ്, പടർന്ന് വന്നിട്ടുള്ളൂ. അതല്ലേ ഇത് തക്കാളി, ഇത് കുറച്ചൊക്കെ ഉണ്ടായി കഴിഞ്ഞു, ഇനി ലാസ്റ്റ് ഉണ്ടായി നിൽക്കേണ്ടതാണിത്. ഇതും കൂടി പൊട്ടിച്ചു കഴിഞ്ഞാൽ തക്കാളിയുടെ ചെടി പറിച്ച് കളയാം. അപ്പൊ ഒരുവിധമൊക്കെ ഉണ്ടായി, എല്ലാം കഴിഞ്ഞു. നിനക്കെന്താ വേണ്ടേ? തക്കാളി മുറുക്ക്, മധുരം ചേമ്പാണിത്. ഇത് കട കൊണ്ട് ആക്കിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ചെറിയ അമ്പഴങ്ങ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കഴിക്കണ വടി കടിച്ചു വെച്ച് പണ്ട് കഴിക്കുന്നത്. അത് അമ്പഴങ്ങടി ഭയങ്കര തള്ളതായ അല്ല. സൂപ്പർ. പറയണു അത് കഴിച്ചു കഴിഞ്ഞ് വെള്ളം കുടിച്ചാൽ നല്ല മധുരമായിരിക്കും. ചെറിയ തേന ഇങ്ങനെ പടർന്ന് പിടിച്ച് വരുന്നേ ഉള്ളൂ. മുന്തിരിയാണ്. ഒരു കടയും കൂടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പുല്ല് പറിച്ചതിന്റെ കൂട്ടത്തിൽ അത് പോയി. കുരുമുളക് എല്ലാം തോന്നണേ. എത്ര നാളായി ഇതൊക്കെ ചെയ്തിട്ട്? അധികം നാളായിട്ടില്ല. ഇത് കൊറേ തുളസി ഉണ്ടല്ലോ, കുറച്ച് കാട് പോലെ ഉള്ളില്. കാട് പോലെ. ഇതിന്റെ പേര് മറന്നുപോയി. ഒന്നിന്റെ പേരറിയില്ല. ഫ്രൂട്ടാണ്. പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ലേബലൊക്കെ പോയി. 2 തൈ ബ്രോക്കോളി ഉണ്ട്, പിന്നെ 2 കാബേജിന്റെ തൈ ഉണ്ട്. കൂടുതലുണ്ടായിരുന്നു, അത് ചിലതൊക്കെ കേടായി പോയി. എരിവുള്ള നല്ല മുളകിന്റെ തൈക്ക് പാവങ്ങൾ മുളപ്പിച്ചിട്ടുണ്ടാവും. പൈനാപ്പിൾ നല്ല മുരിങ്ങ കായയാണ്, നിറച്ച് പൂത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ടെറസിന്റെ മേലെ നിന്നാ പൊട്ടിക്കാം നമുക്ക് നന്നായിട്ട്.